കേരളത്തിലെ ഭൂരഹിതരിൽ പരമാവധി പേരെ ഭൂമിക്ക് ഉടമകളാക്കുന്നതിന് പട്ടയ മിഷൻ രൂപീകരിച്ച് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ചരിത്ര വിജയത്തിലേക്ക് നീങ്ങുകയാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. തളിപ്പറമ്പിൽ റവന്യൂ ടവറിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യവുമായാണ് റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാവരെയും ഭൂമിയുടെ ഉടമസ്ഥരാക്കുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പട്ടയ മിഷൻ ഈ ലക്ഷ്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റവന്യൂ പുറമ്പോക്ക് ഭൂമി മാത്രമല്ല, എല്ലാ വകുപ്പുകളുടെയും ഭൂമി അതത് വകുപ്പുകളുമായി കൂടിയാലോചിച്ച് ആവശ്യമായ ചട്ട നിയമ ഭേദഗതികൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഭൂരഹിതർ ലഭ്യമാക്കാനുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്നും മന്ത്രി പറഞ്ഞു. നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പട്ടയ മിഷൻ കേരളത്തിൽ കഴിഞ്ഞ ഒരുപാട് കാലങ്ങൾക്കിടയിൽ ഭൂപരിഷ്കരണ നിയമത്തെ തുടർന്ന് ഭൂമിയില്ലാത്ത മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ അവകാശികളാക്കുക എന്ന വലിയ പരിശ്രമത്തിന് നാം നേതൃത്വം നൽകിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളെ വിവിധങ്ങളായ തലങ്ങളിൽ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പട്ടയ മിഷൻ തന്നെ ഈ ഗവൺമെന്റിന്റെ കാലത്ത് രൂപീകരിച്ചിരിക്കുകയാണ്. ആ പട്ടയ മിഷന്റെ നേതൃത്വത്തിൽ കേവലം റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പുറമ്പോക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ മാത്രമല്ല, വിവിധങ്ങളായ വകുപ്പുകളുടെ ഉടമസ്ഥാവകാശമുള്ള സ്ഥലങ്ങൾ പോലും ആ വകുപ്പുകളുമായി കൂടിയാലോചിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചട്ട ഭേദഗതികളിലൂടെ, നിയമ ഭേദഗതികളിലൂടെ ആവശ്യമാണെങ്കിൽ പോലും അതെല്ലാം നിർവഹിച്ച് പരമാവധി പേരെ ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് കേരളം നടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് 1,77,000 പട്ടയങ്ങൾ നമുക്ക് കേരളത്തിൽ വിതരണം ചെയ്യാനായി. ഇപ്പോൾ 3 വർഷക്കാലം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ 1.5 ലക്ഷത്തിലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്തു. ഈ വരുന്ന സെപ്റ്റംബർ 12-ന് 3-ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട പട്ടയ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം വിതരണം ചെയ്ത പട്ടയങ്ങളെക്കാൾ കൂടുതൽ പട്ടയങ്ങൾ 3 വർഷക്കാലത്തിനുള്ളിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്ന പൊതുവിജയത്തിലേക്ക് കേരളം പോകും എന്നാണ് നമ്മൾ എല്ലാവരും. ചടങ്ങിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സ്വാഗതം ആശംസിച്ചു. തളിപ്പറമ്പ് നഗരസഭാ ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP മുഹമ്മദ് നിസാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K സന്തോഷ്, PK മുജീബ് റഹ്മാൻ, T ജനാർദ്ദനൻ, OP ഇബ്രാഹിംകുട്ടി, PS ജെയിംസ്, രമേശൻ ചെങ്ങൂനി, അനിൽ പുതിയ വീട്ടിൽ, മാത്യു ചാണക്കാടൻ, PP വിനോദ് കുമാർ, KJ വർഗീസ്, തളിപ്പറമ്പ് RDO TV രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു.